ഞാനിന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകുന്ന ദിവസമാണ്. നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത് ജയ്സൽമീറിലേക്കാണ്, രാജസ്ഥാനിലെ ജയ്സൽമീർ. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹെയർ കട്ട്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു 8 മണിയാകുമ്പോൾ, രാത്രി 8 മണിയോട് കൂടി വണ്ടിയിലിരുന്ന് വണ്ടി സ്റ്റാർട്ടായി. ഇവിടെ സ്പെഷ്യലായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ രാത്രിയിലാണ് യാത്ര, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പ്രയറൊക്കെ ചെയ്ത് നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ജയ്സൽമീറാണ്, രാജസ്ഥാൻ. ഇവിടെ നിന്നൊരു 14 hours ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഹോൾട്ടൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ നിന്നായിരുന്നു. ഇതാണ് നമ്മുടെ ബസ്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളപ്പോൾ ജയ്സൽമീർ എത്താറായി. ജയ്സൽമീറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജയ്സൽമീർ വെസ്റ്റേൺ സൈഡിലുള്ള, നമ്മുടെ വെസ്റ്റ് സൈഡിലുള്ള എൻഡ് സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ വരുന്ന സിറ്റി പാകിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളൊരു ബോർഡർ കാണാനും അവിടെയുള്ള കുറച്ച് നമ്മുടെ പഴയ കോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. ഒരു 2-3 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഒരു ഗ്രാൻഡ് ട്രിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം എന്ന് വിചാരിച്ചിട്ട് എത്തുന്നേ ഉണ്ടായിരുന്നില്ല. ഡിസ്റ്റൻസ് അത്ര അധികമാണ്. നമുക്ക് രാത്രിയിൽ ഫുൾ ഡേ വണ്ടിയിലിരുന്ന കാരണം ആകെ മടുത്തു. പിന്നെ രാവിലെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഇങ്ങനെ പരന്ന കുറേ പ്രദേശം, കുറച്ച് കാറ്റാടിപ്പാടം, കുറച്ച് കാറ്റാടികളും കുറേ മരുഭൂമിയും. അതാണ് ജയ്സൽമീർ. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഒരുവിധം ഞങ്ങൾക്കും കാണാൻ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നായിരുന്നത്. ഇടയ്ക്ക് കർട്ടൻ പൊക്കി നോക്കുമ്പോൾ മരുഭൂമി, പിന്നെ കർട്ടൻ താഴ്ത്തും, പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞ് ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് പിന്നെയും കർട്ടൻ പൊക്കി നോക്കുമ്പോൾ മരുഭൂമി. പിന്നെ ഇത് അവിടുത്തെ കണ്ട സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ ഒരു ബിൽഡിങ്സും യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന SRK ഫേൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലായിരുന്നു. റിസോർട്ടൊക്കെ നല്ല ഗ്രാൻഡ് റിസോർട്ടായിരുന്നു, നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. ഞങ്ങൾ പോയിരുന്നത് ഒരു 4-5 ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടോട്ടൽ ഒരു 300 എംപ്ലോയീസ് ഉണ്ട്. എല്ലാവരും കൂടിയിട്ട്, എല്ലാവരും മാനേജ്മെൻറ്റും എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോയിരുന്നത്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോയ കാരണം. എന്നാലും അധികവും ട്രാവൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറിലുള്ള സിറ്റി, നല്ല പെർഫെക്റ്റ് ടൈമല്ലേ പോവാൻ. ഞങ്ങൾ പോയതിപ്പോൾ ജൂലൈ 24 കേട്ടോ. അപ്പോൾ സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇത് ഈ എൻഡ് സിറ്റിയാണെന്നും പാക്കിൻ്റെ ബോർഡർ കാണാൻ പോകണ്ടെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സ്കൂട്ടായാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അടുത്ത വിശേഷങ്ങളും ഓരോ ദിവസത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് പിന്നെയും വരാം. ബൈ.